ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അനുപം ഖേറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരുടെയും അച്ഛനാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സാർ, താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് മഹേഷ് ഭട്ട് താങ്കൾക്ക് 25-ാമത്തെ വയസ്സിൽ 65 വയസ്സുള്ള ഒരു ക്യാരക്ടർ നൽകിയെന്ന്. ആ ക്യാരക്ടർ ചെയ്തതിന് ശേഷം താങ്കൾ എല്ലാവരുടെയും അച്ഛനായിട്ടിരിക്കാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. അമിതാഭ് ബച്ചൻ സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് എന്റെ ചെറുപ്പം ആരും കണ്ടിട്ടേയില്ല. അതായത് ബട്ട് സാർ എനിക്ക് 28 വയസ്സിൽ ഒരു മുതിർന്ന റോൾ തന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ, ആ റോൾ ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആപ്കെ അദാലത്തിൽ ഞാൻ ഇരിക്കില്ലായിരുന്നു. എന്റെ വിജയത്തിന്റെ ആദ്യത്തെ പടി അതായിരുന്നു. ഞാൻ എടുത്ത തീരുമാനത്തിലാണ് അതെല്ലാം ഉണ്ടായിരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കും, അതായത് 65 വയസ്സുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി? അത്രയും അത്ഭുതകരമായ റോൾ എനിക്ക് എങ്ങനെ വിടാൻ പറ്റും? സത്യം പറയുകയാണെങ്കിൽ ഞാൻ അഭിനയം പഠിച്ചിട്ട് വന്നവനാണ്. അതല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് ഞാൻ പ്ലാറ്റ്ഫോമിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ബീച്ചിൽ കിടന്നുറങ്ങും. എൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ അപമാനിതനായിട്ടുണ്ട്. എനിക്ക് ആ പടം കിട്ടിയതും ഞാൻ എങ്ങനെ അത് ചെയ്യാതിരിക്കും? അതിനുശേഷം എസ് ചോപ്രാജി ഒരു വയസ്സായ ക്യാരക്ടർ തന്നു. ദിലീപ് കുമാർ സാർ ചെയ്യാനിരുന്നതാ. ഞാൻ ആ പടം വിജയിൽ ഹേമ മാഡത്തിന്റെ അച്ഛന്റെ ക്യാരക്ടറാണ് ചെയ്ത്. രാജേഷ് ഖന്നയ്ക്ക് ഫാദർ ഇൻ ലോയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഋഷി കപൂർ അദ്ദേഹം എന്നെക്കാളും മുതിർന്ന ആളാണ്. മാത്രമല്ല അനിൽ കപൂറിന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. ഞാൻ ഇവരുടെ ഫാദർ ക്യാരക്ടർ ചെയ്യുന്നു എന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇൻഡസ്ട്രിയിൽ വരുന്നവര് എന്ത് കരുതുമെന്ന് വെച്ചാൽ വലിയ വലിയ ഹീറോയിൻസ് ഒക്കെ കാണും, തീർച്ചയായിട്ടും അവരോടൊപ്പം അഭിനയിക്കണമെന്ന്. താങ്കൾ മാധുരി ദീക്ഷിത്തിന്റെ അച്ഛനായിട്ടും അഭിനയിച്ചു. അതെ. താങ്കൾ കാജോളിന്റെ അച്ഛനായിട്ടും അഭിനയിച്ചു. താങ്കളെ എല്ലാ ഹീറോയിൻസും അച്ഛനായിട്ട് അഭിനയിക്കാനാണോ വിളിക്കുന്നത്? അതായത് ഇതിലുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ലവറെ ചിലപ്പം വിട്ടേക്കാം, ഭർത്താവിനെ വിട്ടേക്കാം, പക്ഷെ അച്ഛനൊരിക്കലും വിടില്ല. ഏതൊക്കെ റോൾസ് അഭിനയിച്ചോ ദേ വർ ദ പില്ലേഴ്സ് ഓഫ് സിനിമ. ഒന്ന് നോക്കാമെങ്കിൽ തേസാബില് മാധുരിയോടൊപ്പം ഡിഫറെന്റ് ക്യാരക്ടർ, അതെ, രണ്ടിലും ഞാൻ അച്ഛന്റെ ക്യാരക്ടർ ആയിരുന്നു. നിങ്ങൾ വേണമെങ്കിലും നോക്കൂ, വെറൈറ്റി എവിടുന്നും എങ്ങോട്ടാ പോകുന്നത്, ഇതൊക്കെ എവിടുന്ന് കിട്ടൂ എന്നെ ഞാൻ ആശംസിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഐ ഡോണ്ട് വാണ്ട് ടു ബി സെറ്റിൽ അബൌട്ട് ഇറ്റ്. എന്റെ അഭിപ്രായത്തിൽ എന്നെ പോലുള്ള നടന്മാർ ഹിന്ദി സിനിമയിൽ കുറവാണ്. അതായത് ഇത് സമ്മതിച്ചാൽ മതിയാകും. പിന്നെ ഈ കാര്യം ഞാൻ അറഗന്റ് ആയിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിനു മുൻപ് എന്താ ചെയ്തതെന്ന് ഞാൻ നോക്കില്ല, എന്താ ചെയ്യാമെന്നാ ഞാൻ നോക്കുക. പക്ഷെ അതിനു മുൻപ് ചെയ്ത കാര്യങ്ങളെല്ലാം കുറച്ച് ആളുകളെ കൊണ്ടേ ചെയ്യാൻ പറ്റൂ. എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ എന്റെ ആക്ടിംഗ് ടീച്ചർ ഒരു അത്ഭുതമായിരുന്നു. എനിക്ക് ജീവിതമായി ലയിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്നെ അപേക്ഷിച്ച് ഇവർ വെറും വ്യൂവേഴ്സ് മാത്രമല്ല, ഇവര് ഇൻഡിവിജ്വൽസ് ആണ്. ഇവരുടെ കണ്ണിൽ കാണുന്ന ആ ചിരി, ഇവർ ഞാൻ പറയുന്നത് കേൾക്കുന്നതിലുള്ള ആ ഒരു ആകാംക്ഷയില്ലേ, ഇവർക്ക് പണം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തി കൈയടിപ്പിക്കുന്ന പോലെ തോന്നുന്നില്ല. അതായത് എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇവരാണ്. അതുകൊണ്ടാണ് 40 വർഷങ്ങളായി ഞാൻ നിലച്ചു നിൽക്കുന്നത്. ഞാൻ ആക്ടിംഗ് നന്നായി ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇവർക്ക് എന്റെ ചരിത്രം ഉണ്ടല്ലോ, തിരശ്ശീലയ്ക്ക് മുൻപിലും തിരശ്ശീലയ്ക്ക് പിറകിലും. അത് നല്ല ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ നമുക്ക് ഓരോ റോളിനെ കുറിച്ച് സംസാരിക്കാം. പറയൂ. രാം ലഖനിലെ താങ്കളുടെ ക്യാരക്ടർ, അതിന്റെ പ്രചോദനം താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? അതായത് ഞാനും സതീഷ് കൗശിക്കും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ സെറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെ സുഭാഷ് ഗൈ സാറാണ് റൈറ്ററും ഡയറക്ടറും. അദ്ദേഹം അപ്പോഴാണ് സീൻ എഴുതുക. മുഴുവൻ പടത്തിന്റെ ഐഡിയയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. പിന്നെ അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ തന്നു ആ പടത്തിന്റെ സ്ക്രിപ്റ്റ്. ചാന്ദിവലി സ്റ്റുഡിയോയിൽ 1 ഡേ ഷൂട്ടിംഗ് ആണ്. സേഠ്ജി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് മുട്ട അനിൽ കപൂർ ആ സീറ്റിൽ വെച്ചു. ആ സീറ്റിലാണ് ഞാൻ ഇരിക്കേണ്ടത്. അത് സതീഷാണ് ഇംപ്രൂവൈസ് ചെയ്തത്. എങ്ങനെയാന്ന് വെച്ചാ സേഠ്ജി അതിന്റെ മുകളിൽ ഇരുന്നതിന് ശേഷം അമ്മായപ്പം പറയേണ്ടതാണ്. സേഠ്ജി എന്ന് പറയുന്നതിന് പകരം മുട്ടജി എന്ന് പറഞ്ഞുകൂടായിരുന്നു. പക്ഷേ ആ പടത്തിന്റെ ക്ലൈമാക്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സീൻ ഉണ്ടായിരുന്നു. ആ മുഴുവൻ പടത്തിലും കാശിറാം പിന്നെ സതീഷ് ജി എന്റെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാവും. ക്ലൈമാക്സിൽ സുഭാഷ് ഗൈ സാറ് സതീഷ് കൗശിക്കിന് എന്നെക്കാൾ ആദ്യം ഡയലോഗ്സ് നൽകി.
എന്ത് ഡയലോഗ്സ് എന്ന് വെച്ചാ ദേ നോക്കൂ 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് സർ ജോണിനോട് സംസാരിക്കുന്നത്, രസാമുറ സാറിനോട് സതീഷ് കൗശിക്. ഞാൻ അകത്ത് കുറച്ച് ഹേർട്ടായി. ഈ മുഴുവൻ പടത്തിലും എനിക്ക് ഇവനെക്കാളും വലിയ റോൾ ഉണ്ടായിരുന്നു. പക്ഷെ ക്ലൈമാക്സിൽ എന്താന്ന് വെച്ചാൽ ഇവന് നൽകിയിരിക്കുന്നു. ശരി, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സതീഷ് കൗശിക് ആക്ഷനിൽ വരുമ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് സൗണ്ട് ക്യാമറ എന്ന് പറഞ്ഞു. ഞാൻ നോക്കായിരുന്നു. അദ്ദേഹം പറയേണ്ട ആദ്യത്തെ കാര്യം ഇതായിരുന്നു, രണ്ടാമത്തെ കാര്യം ഇതാണ്, മൂന്നാമത്തെ കാര്യം ഇതാണ്, നാലാമത്തെ കാര്യം ഇത്, 5ാമത്തെ കാര്യം എന്ന്. സതീഷ് കൗശിക് വളരെ മെല്ലെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ കാര്യം ഇതാണ്, രണ്ടാമത്തെ കാര്യം ഇതാണ്, അപ്പൊ കാശിറാം അടുത്തത് ഞാൻ പറയാം, മൂന്നാമത്തെ കാര്യം ഇതാണ്, നാലാമത്തെ കാര്യം ഇതാണ്, 5ാമത്തെ കാര്യം ഇതാണ്. സതീഷ് കൗശിക് ഭയങ്കര ഹേർട്ടായി എന്നെ ഷോട്ടിൽ ഇങ്ങനെ നോക്കാണ്. ഞാൻ നിന്നെ കൊല്ലം പോണ്, നോക്കിക്കോ. ഓൾമോസ്റ്റ് അദ്ദേഹം വിചാരിച്ച എന്താന്ന് വെച്ചാൽ സുഭാഷ് ഘായ് പറയും, അല്ലല്ല വൺ മോർ ചെയ്ത് സതീഷ് പറയേണ്ട ഡയലോഗാണെന്ന്. പെട്ടെന്ന് സുഭാഷ് ഘായ് പറഞ്ഞു, നീ നന്നായി ചെയ്തിരിക്കുന്നു, മുഴുവൻ സീനെ ഇവനിൽ നിന്ന് നീ എടുത്തു കളഞ്ഞല്ലോ എന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് ഇംപ്രവൈസേഷൻ നടക്കും. പിന്നെ ഡേവിഡ് ധവൻ സാറിനൊപ്പം ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഷോള ഓർ ശബ്നം, അസിന മാഞ്ചായകി, പിന്നെ ജുഡുവ. അത്ഭുതകരമായ പടങ്ങളാണ് ഞാൻ അദ്ദേഹത്തിനൊപ്പം ചെയ്തത്. ഡേവിഡ് ധവൻ സാറിന് ആ സീനിന്റെ സ്ട്രക്ചർ നന്നായിട്ട് അറിയാം. അദ്ദേഹം നല്ല ആക്ടേഴ്സിനെ കൊണ്ട് അദ്ദേഹം നൽകും, ഇത് നിങ്ങൾ ചെയ്തോ എന്ന്. ഈ അസീന മാഞ്ചായകിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യ ദിവസം വന്നപ്പോൾ ഈ സീൻ എങ്ങനെ ഇംപ്രവൈസ് ചെയ്യാന്ന് ആലോചിക്കായിരുന്നു. അവിടെ ഉള്ളവരെല്ലാം നല്ല ആക്ടേഴ്സ് ആയിരുന്നു. ഗോവിന്ദ, പരേഷ് റാവൽ, സഞ്ജയ് ദത്ത്. ഇവർക്കിടയിൽ ഞാൻ എങ്ങനെ സ്പെഷ്യലായിട്ട് കാണിക്കും. അപ്പം ഞാനൊന്ന് വിചാരിച്ചു, ഞാൻ ഇങ്ങനെ നമസ്കാരം പറയരുത്, ഇങ്ങനെ വേണം നമസ്കാരം പറയാൻ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അതെങ്ങനെ ചെയ്തെന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ ലണ്ടനിൽ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജുഡുവ 2 ഷൂട്ടിങ്ങിന്റെ സമയത്ത്. അപ്പോൾ ജുഡുവ 2 ഷൂട്ടിങ്ങിന് മുൻപ് ഒരു ബ്രിട്ടീഷ് പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ബോയ് വിത്ത് എ ടോപ്പ് നോട്ട്. അതിൽ എൻ്റെ ക്യാരക്ടറിന് മെമ്മറി ലോസ് ആയിട്ടുണ്ടാകും. എനിക്കതിൽ ഒരു ദിവസം റീഡിംഗ് സെഷൻ ഉണ്ടാകും. നെക്സ്റ്റ് 10 ദിവസം ഞാൻ ജുഡുവ 2ന്റെ ഷൂട്ടിങ്ങിലായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും 10 ദിവസം കഴിഞ്ഞ് ബ്രിട്ടീഷ് ഷൂട്ടിംഗ്. ആ ബ്രിട്ടീഷ് പടത്തിന്റെ റീഡിംഗ് നടക്കുമ്പോൾ ബോയ് വിത്ത് ദ ടോപ്പ് നോട്ട്. ആ റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഡയറക്ടർ ഒരു പെണ്ണാണ്. അവരോട് ഞാൻ ചോദിച്ചു, വളരെ യങ് ഡയറക്ടറാണ്. ഞാൻ ചോദിച്ചു, സ്റ്റെഫി, അതായത് നിങ്ങൾ ഈ ക്യാരക്ടറിൽ വിഷ്വലിൽ പറയുകയാണെങ്കിൽ അത് എങ്ങനെ പറയും എന്ന് ഒന്ന് വിശദമായി പറയൂ. അവർ പറഞ്ഞു, മിസ്റ്റർ കെയർ, അതായത് ഒരു ഉണങ്ങിയ ഇലയുണ്ടല്ലോ, ഉണങ്ങി മരത്തുനിന്നും താഴെ വീഴില്ലേ, ഒരു പേടിയുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു കാൽ അതിനെ ചവിട്ടി അമർത്തിയാൽ കറക് കറക് എന്നൊരു ശബ്ദം വരും. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എത്ര ആശ്ചര്യകരമായിട്ടാണ് ആ ക്യാരക്ടർ പറഞ്ഞു തരുന്നത്. ഞാൻ ആ ക്യാരക്ടർ അങ്ങനെ വേണം അഭിനയിക്കാൻ. വിഷ്വലി ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ഉണങ്ങിയല്ല താഴെ വീണ് പേടിക്കുന്നു. ഞാൻ ആ ട്രാൻസിൽ തന്നെ പുറത്തേക്ക് വന്നു. പിന്നെ ഞാൻ ഡേവിഡ് ധവാന് ഫോൺ വിളിക്കുന്നു. അതേ ട്രാൻസിൽ, ഡേവിഡ്, നാളെ എന്താ സീൻ എന്തിരിക്കുന്നു, നീ എന്താ ചെയ്യാൻ പോകുന്ന, അതാണ് സീന്, നീ എന്തു പറയാൻ പോകുന്നു, അതാണ് ഡയലോഗ്. സീനും ഇല്ല, ഒന്നുമില്ല. ഒരു നടന്റെ മേലെ ഡയറക്ടർക്കുള്ള കോൺഫിഡൻസ് അതാണ്. ഡേവിഡ് സാറിനൊപ്പം ഞാൻ ഷോള ശബ്നമിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൽ വെച്ച് ബെസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ജനറേഷന്റെ മൻമോഹൻ ദേശായ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. 44 വിജയിച്ച പടങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. സോള സവനത്തിൽ താങ്കൾ ശ്രീദേവിയുടെ ഫാനായിരുന്നു. പ്രായം കുറച്ച് കൂടുതലാണെങ്കിലും. പ്രായം കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിനിമയില് ശ്രീദേവിയെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആക്ട്രസ് ആണെന്ന് പറയാം. ലോകത്തിലെ തന്നെ. ഞാൻ വലിയ വലിയ നടികൾക്കൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്, വിദേശ നടികൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീദേവി വാസ് എഫേർട്ട്ലെസ്. കഴിച്ചുകൊണ്ടിരിക്കും, കോമഡി ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഡയറക്ടർ ഒന്ന് ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അത് ജാൽവാസ് ആയിക്കോട്ടെ, അത് ചാന്ദിനി ആവട്ടെ, അല്ലെങ്കിൽ ലംഹെ ആവട്ടെ, വളരെ ഭംഗിയുള്ള രീതിയിൽ അവർ പെട്ടെന്ന് മരിച്ചുപോയി. അതായത് അവരുടെ മുഖം മാത്രമല്ല, അവരുടെ ശരീരം മുഴുവനും ആക്ട് ചെയ്യും, ഓരോ ഭാഗങ്ങളും. സത്യമാണ്. ഷീ വാസ് എ കംപ്ലീറ്റ് ആക്ട്രസ്. അവർ ഇന്ത്യയിലെ ലോക പ്രശസ്തി ആർജിച്ച ആക്ട്രസ് ആണെന്ന് പറയാം. അമേസിംഗ്. ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് പോയി. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ നല്ലവരാണ്. എനിക്ക് അവരിൽ നിന്നും പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഇൻഫാക്ട് പലരിൽ നിന്നും ഞാൻ പല നല്ല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ശ്രീദേവിയിൽ നിന്നാണ് ഞാൻ സ്പോണ്ടേനിറ്റി പഠിച്ചത്. ലംഹെ പടത്തിൽ ഞങ്ങൾ പാരോഡി സോങ് ചെയ്തു. അത് വളരെ നീളമുള്ള ഒരു പാട്ടാണ്. ആ സമയത്ത് അവരുടെ ഫാദർ മരിച്ചുപോയി.
അവർ എത്രമാത്രം പ്രൊഫഷണൽ ആയിരുന്നു എന്ന് വെച്ചാൽ അവിടെ പോയി ഇന്ത്യയിലേക്ക് പോയി തിരിച്ച് സെറ്റിൽ വന്ന് കോമഡി സീനാ ചെയ്തത്. അവർക്കുണ്ടായിരുന്ന ഡെഡിക്കേഷൻ തന്നെ അതാണ്. അമേസിംഗ്. അതുപോലെ തന്നെ കാജൽ, ബ്രില്യന്റ് ആക്ട്രസ് ആണ് അവരൊക്കെ. ഇങ്ങനെ ഒരുപാട് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതുകൊണ്ടാണ് അവരിപ്പോഴും നിലനിൽക്കുന്നത്. താങ്കൾ ദിലീപ് സാറിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപ് സാറിനൊപ്പം ഞാൻ 3-4 പടം അഭിനയിച്ചിട്ടുണ്ട്, 3 പടം ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ കർമ്മ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോ ദിലീപ് സാർ വന്നു. അപ്പം ഞാൻ ഡോക്ടർ ഡാൻ ക്യാരക്ടറിലായിരുന്നു. രാവിലെ 7 മണിക്ക് താടിയൊക്കെ ഒട്ടിച്ചോണ്ടിരുന്നു. അദ്ദേഹം 11 മണിക്ക് വന്നു വൈറ്റ് മെർസിഡസ് കാറിൽ. അദ്ദേഹം ഒരു വെള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ണുവെക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു, ഓ, ഇദ്ദേഹത്തെ കണ്ടാണ് എനിക്ക് അഭിനയിക്കാൻ തന്നെ തോന്നിയത്. മധുമതി, രാമോഷാം, ഗോപി, ദേവദാസ്, ഈ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഗോപി പടത്തിന് ബ്ലാക്കിൽ ടിക്കറ്റ് വാങ്ങിക്കാനായി എൻ്റെ മൂക്ക് വരെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നോക്കിയായിരുന്നു, മുഖത്തേക്ക് നോക്കിയായിരുന്നു. അപ്പൊ സുഭാഷ് ഘായ് സാർ വന്ന് എന്നെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. നീ അദ്ദേഹത്തെ സ്നേഹത്തോടെ നോക്കുന്ന ഈ നോട്ടം ഉണ്ടല്ലേ, നീ ഈ സിനിമയിലെ വില്ലനാ, അദ്ദേഹത്തെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കല്ലേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനുപം ഖേറിന് ദിലീപ് സാറിന് വളരെ ഇഷ്ടമാണ്, പക്ഷേ ഡോക്ടർ ഡാങ്ങിന് റാണ വിശ്വപ്രതാപിനെ ഇഷ്ടമല്ല. ഇങ്ങനെ പിന്നെ ആ കവിളിലടിക്കുന്ന സീൻ ഒരു ഹിസ്റ്റോറിക് സീനാണ്. അതെ, അതിൽ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യണമെന്ന് വിചാരിച്ച അദ്ദേഹത്തോട് പറഞ്ഞു, സാർ നിങ്ങൾ എന്നെ യഥാർത്ഥത്തിൽ മുഖത്ത് അടിക്കൂന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം, ഇതൊരു സോൾജറുടെ കൈയാണ്, നീ ഇല്ലാതാവുമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഞാൻ ഡയലോഗ് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ആ സീൻ കണ്ടു. അപ്പോൾ അദ്ദേഹം സുഭാഷ് ഘായ് സാറിനോട് പറഞ്ഞിരിക്കുന്നു, ഹീസ് എ ഡേഞ്ചറസ് ആക്ടർ ആൻഡ് ഹീൽ ഗോ ഫാർ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദിലീപ് സാർ എന്നെ പറഞ്ഞു, ഇനി ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നിങ്ങളോട് ഒരു കാര്യം പറയാം, എനിക്ക് വളരെ വിശക്കും. എനിക്ക് 1:30 മണിക്ക് ഭക്ഷണം കിട്ടിയാൽ മതിയാവും. ലഞ്ച് ടൈമിൽ 2:30 മണിയായി, ഭക്ഷണം വന്നിട്ടില്ല. പിന്നെ ഞാൻ വിശന്നിരിക്കുകയാണെന്ന് ദിലീപ് സാറിന് മനസ്സിലായി. അപ്പൊ എന്നെ കളിയാക്കാനായി അദ്ദേഹം പറയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ മിസ്റ്റർ അനുപം ഖേർ, എൻ്റെ അച്ഛൻ പഴങ്ങൾ വിൽക്കുമായിരുന്നു. ആ പഴന്ന് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചുവന്ന ആപ്പിൾ ഉണ്ട്. ഇത് വന്ന് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ഒരുപാട് ജ്യൂസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നോക്കിയിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഇത് നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന് കടിക്കുന്നു. അതിൻ്റെ ജ്യൂസ് അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയിൽ എന്താകുമെന്ന് വെച്ചാൽ മറ്റൊന്ന് എടുത്ത് കഴിച്ചാൽ പോലും അതിൽ ഇത്രയും സന്തോഷം ലഭിക്കില്ല. പിന്നെ ഞാൻ വേറൊന്ന് എടുക്കുന്നു, രണ്ടാമത്തേതിൽ സന്തോഷം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കുണ്ടാവും, അത് എനിക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞു. ദയവ് ചെയ്ത് ഇങ്ങനെ പറയുന്നത് നിർത്തൂന്ന് പറഞ്ഞു. ഐ എം എ റിച്ച് മാൻ. കാരണം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിശിഷ്ടരായ ജനങ്ങൾ, അവർക്കൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഓരോ മനുഷ്യനിൽ നിന്നും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഞാൻ എടുത്തു. അമിതാഭ് ബച്ചൻ ആക്രി രാസ്ത എന്ന് പറഞ്ഞ പടത്തിൽ ഒന്ന് പറഞ്ഞിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ടൈം ആക്ടിങ് തുടങ്ങിയപ്പോൾ എൻ്റെ ബ്രെയിൻ ഒരുപാട് പറഞ്ഞു. ഞാനപ്പോൾ ഒരു പ്രാവശ്യം ചെന്നൈയിൽ ഷൂട്ടിങ്ങിനായി പോയിരുന്നു. അവിടുത്തെ പ്രൊഡക്ഷൻ ആളെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ റൂമിൽ AC വർക്കാവുന്നില്ല, അതായത് മേക്കപ്പ് റൂമിൽ AC വർക്കാവുന്നില്ല എന്ന് പറയുന്നത്. എന്ത് പറ്റി? എൻ്റെ സീൻ ആരോടൊപ്പമാണെന്ന് ചോദിച്ചാൽ അമിതാഭ് ബച്ചൻ്റെ ഒപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമിതാഭ് ബച്ചൻ സാറിനൊപ്പം. അദ്ദേഹം 9 മണിക്ക് വന്നു, നിങ്ങൾ 10 മണിക്ക് ഇതാ വന്നിരിക്കുന്നു. അതൊക്കെ എന്നോട് പറയേണ്ട, പ്രൊഫഷണലിസം ഒക്കെ എനിക്കറിയാം. അദ്ദേഹം എവിടെ? ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു മൂലയ്ക്ക് താടിയും മീശയും വിത്ത് പാൻറ്റും ഷർട്ടും സാൽവയെല്ലാം പുതച്ച് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന്, നമസ്കാരം സാർ. ഓ വരൂ വരൂ ഇരിക്കൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നല്ല ചൂടാണല്ലോ, നിങ്ങളാണെങ്കിൽ താടിയും മീശയും പാൻറ്റും ഷർട്ടും പുതപ്പൊക്കെ പൊതിച്ചിരിക്കുന്നല്ലോ, അല്ലെങ്കിലേ ചൂടാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം, നമ്മൾ ചൂടാണെന്ന് വിചാരിച്ചാൽ ചൂടായിരിക്കും, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ AC ഫാൻ ഇല്ലാന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഇല്ല, ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഇഫ് യു കീപ് യുവർ ഐസ് ഓപ്പൺ, നമ്മൾ മീറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാം. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രൊഫഷണലിസം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മുകളിൽ വെച്ച് എന്നോട് സംസാരിക്കായിരുന്നു. പറയുകയാണെങ്കിൽ 32 വർഷത്തിനിടക്ക് നിങ്ങൾ 500-ലധികം എപ്പിസോഡ്സുകൾ ചെയ്തു കാണും. സത്യം പറഞ്ഞാൽ യു ആർ എപ്പിറ്റോം ഓഫ് പ്രൊഫഷണലിസം, ഓഫ് സിൻസിയറിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ. നിങ്ങളെടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ രജിത് സാർ. താങ്കൾ പറഞ്ഞത് സത്യമാണ്.
കഴിഞ്ഞ 32 വർഷങ്ങൾക്ക് മുൻപ് ആപ്കി അദാലത്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് പേടിയായിരിക്കും. ചെവിയിൽ ഇങ്ങനെ ഒളിക്കും 10 സെക്കൻഡ് ഗോ എന്നും പറഞ്ഞു. അതെ, എനിക്ക് ടെൻഷൻ തീർച്ചയായിട്ടും. കൂടും. കറക്റ്റ്. പക്ഷെ തുടങ്ങിയതിന് ശേഷം അത് അതെ, മറ്റൊരു വേറൊരു ലോകത്തേക്ക് ലോകത്തേക്ക് പോകും. ചെല്ലും. ദാറ്റ്സ് റൈറ്റ്. ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ചാ, ജീവിതത്തിൽ നമ്മൾ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടിലും സിറ്റുവേഷൻ, മനുഷ്യർ, ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷെ അത് നമ്മൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. അതാണ് പ്രശ്നം. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം. ചോദിക്കൂ. സർ, എൻ്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഏറെ ഹീറോയിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചതാണ് ജോളിയായിരുന്നത്. എനിക്ക് നിങ്ങൾ ഈ ജോളി എന്ന് പറയുന്നതിന് ഡെഫിനേഷൻ പറയൂ. എന്താ ഇങ്ങനെ ചോദിച്ചത്? നിങ്ങളുടെ ഫേവറേറ്റ് ഹീറോയിൻ ആരാണ്? ജാക്ലിൻ ഫെർണാണ്ടസ്. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ഫേവറേറ്റ് ഹീറോയിനെ കുറിച്ച്. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. ഏതെങ്കിലും ഒരു റോളിൽ അഭിനയിച്ചതിന് ശേഷം താങ്കൾക്ക് തോന്നിക്കാണും ഞാൻ ഈ റോളിൽ അഭിനയിച്ചു, പിന്നെ അതിനുശേഷവും താങ്കൾക്ക് തോന്നാം. അങ്ങനെയുള്ള ഒരുപാട് റോൾസ് ഉണ്ട്. എക് ദിൽ കാ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു പടം ഞാൻ അഭിനയിച്ചു. അത് കാണുമ്പോഴൊക്കെ ഞാൻ പേടിക്കും. പിന്നെ എൻ്റെ കിരൺ, എൻ്റെ വൈഫ്, അവൾ എൻ്റെ കൂടെ പടം കാണാൻ വന്നാൽ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ടുവരും. ഞാൻ മോശമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ മെല്ലെ അവിടുന്ന് അയച്ചങ്ങ് കൊണ്ടുപോകും. അതിനേക്കാൾ മോശമാണെങ്കിൽ മെല്ലെ നീങ്ങി മറ്റേ ഭാഗത്തേക്ക് ഇരിക്കും. അതിനേക്കാൾ മോശമാണെങ്കിൽ എന്നെ നുള്ളാൻ തുടങ്ങും. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നതെന്ന്. നിഹാഹ എന്നു പേരുള്ള ഒരു പടം. നിക്കാഹെ അത് നഹീനക്ക് ശേഷം വന്നതാണ്. ഹർമീസ് മൽഹോത്രയുടേതാണ്. അതിൽ നമ്മുടെ അമരീഷ് പുരി ഒരു പാമ്പാട്ടിയുടെ വേഷമാണ് ചെയ്യുന്നത്. നഗീനയിൽ അമരീഷ് പുരിയുടെ പാമ്പാട്ടി ക്യാരക്ടർ മരിച്ചു പോകുന്നു. അതിനുശേഷം നിഹാഹെ പാട്ടു നഗീന പടം എടുക്കാൻ തുടങ്ങി. അപ്പോ അർമീഷ് മൽഹോത്ര ആ ക്യാരക്ടറിനെ എന്നെ സെലക്ട് ചെയ്തു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ജനങ്ങൾ അമരീഷ് പുരിയെ മറക്കും വിധം ഞാൻ അഭിനയിക്കണമെന്നാണ്. അതുകൊണ്ട് ഓരോ സീനും ഞാൻ മരിച്ചഭിനയിച്ചു. ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ സംസാരിച്ച് അഭിനയിച്ചു. ഉറക്കെ സംസാരിച്ചു. ഡബ്ബിംഗ് നടക്കുമ്പോൾ ആ പടത്തിന്റെ പടം എടുത്തതിന് ശേഷം ഡബ്ബിംഗ് നടക്കും. ആ പടം കണ്ട് നമ്മൾ ഡബ്ബിംഗ് സംസാരിക്കണം. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഒരുപാട് ഓവറായിട്ട് ചെയ്തു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നന്നായിട്ടില്ല. പക്ഷെ പടത്തിന്റെ 5 ദിവസം മുമ്പ് ആ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പൂർണ്ണം ചന്ദ്ര റാവ് അദ്ദേഹം ബ്ലൂ ലേബിൾ ഒട്ടിച്ച ഒരു വിസ്കി എനിക്ക് അയച്ചു തന്നു. ഞാൻ ജീവിതത്തിൽ അതിനു മുൻപ് ബ്ലൂ ലേബിൾ കുടിച്ചിട്ടേ ഇല്ല. അതിൽ എഴുതിയിരുന്നു, വാട്ട് എ ഗ്രേറ്റ് പെർഫോമൻസ് ഇൻ നിഗാഹെ. ഞാൻ വിചാരിച്ചു, എന്താടാ ഇത്, എന്നെക്കുറിച്ച് എനിക്കെന്നെ അറിയില്ല. ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നോ മോശമായിട്ടാണോ എന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ല. പൂർണ്ണം ചന്ദ്ര റാവു ഡിസ്ട്രിബ്യൂട്ടർ വിസ്കി അയച്ചിരിക്കുന്നു, അതും ബ്ലൂ ലേബിൾ. പിന്നെ എസ് ചോപ്ര സാർ, അദ്ദേഹത്തിന്റെ വൈഫ് രേഖയ്ക്കൊപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കിരൺ, പിന്നെയും മറ്റു 2-3 പേരെയും വിളിച്ച് റിലീസിന് മുമ്പ് ആ പടം കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. പടം തുടങ്ങി. കിരൺ ഇങ്ങനെ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഇരിക്കുകയാണ്. പടം തുടങ്ങി. ഒരു റീലിന് ശേഷം ലൈറ്റായിട്ട് ചുമയ്ക്കാൻ തുടങ്ങി. 2ാമത്തെ റീലിൽ എൻ്റെ അടുത്ത സീൻ ഞാൻ കാണുമ്പോൾ അവള് പറഞ്ഞു, ഡാർലിംഗ് എനിക്ക് തലവേദനിക്കുന്നു. 3ാമത്തെ റീലിൽ SG പറയുന്നു, ഇനി എത്ര റീൽസ് ഉണ്ട്? 4ാമത്തെ റീലിലാണ് എനിക്ക് തോന്നിയത്, ദൈവമേ, ഇവിടെ പാമ്പോ കീരിയോ വന്നെങ്കിൽ, ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നാലോ എല്ലാവരും വളരെ ദേഷ്യപ്പെടുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് മോശമായിട്ടാണ് അഭിനയിച്ചത്. കിരൺ എഴുന്നേറ്റ് പോയി. ഇങ്ങനെ പല പടങ്ങളിലും ഞാൻ മോശമായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ വർക്ക് ഈസ് മച്ച് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് സംടൈം. നമുക്ക് രാവിലെ പുറപ്പെടണം. കാരണം ജോലി ചെയ്തെങ്കിലേ ജോലി കിട്ടൂ. ജോലിയില്ലാത്ത ഒരു ലോകവുമില്ല.